മലയാള സാഹിത്യത്തിൻ്റെ പെരുന്തച്ഛൻ എം.ടിക്ക് കണ്ണീർ പ്രണാമം. ഇപ്പോൾ സിതാര അദ്ദേഹത്തിൻ്റെ വസതിയിലാണ് പൊതുദർശനം നടക്കുന്നത്. മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാവിലെ മുതൽ തന്നെ അണമുറിയാത്ത പ്രവാഹമാണ് സിതാരയിലേക്ക്. അത്രമേൽ പ്രിയപ്പെട്ട എം.ടിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നുമുള്ള ജനാവലിയാണ് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം അദ്ദേഹം തൻ്റെ മരണവുമായി ബന്ധപ്പെട്ട്, സംസ്കാരവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അടുത്ത വൃത്തങ്ങളോട് സൂചിപ്പിച്ചിരുന്നു, ബന്ധുക്കളോട് വ്യക്തമാക്കിയിരുന്നു. അതുപ്രകാരം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആശുപത്രിയിലെ വാസവും ചികിത്സയും പൊതുദർശനവും ഒക്കെയും പുരോഗമിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ടുള്ള അത്തരത്തിലുള്ള ചടങ്ങുകൾ ഉണ്ടാകുമോ? നേരത്തെ ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ബന്ധുക്കളോടുകൂടി ആലോചിച്ച ശേഷമായിരിക്കും, അങ്ങനെയാണ് ആഗ്രഹം, ഔദ്യോഗികമായ ദുഃഖാചരണം, ഔദ്യോഗികമായ എല്ലാ ബഹുമതിയോടു കൂടിയുള്ള സംസ്കാരം അത് ബന്ധുക്കളോടുകൂടി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒടുവിൽ നമുക്ക് ബന്ധുക്കളിൽ നിന്നും അടുത്ത വൃത്തങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എങ്ങനെയാണ് സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട്? KP ഇന്ന് 3:30 ഇവിടുത്തെ വീട്ടിൽ പൊതുദർശനത്തിന് പൂർത്തിയായ ശേഷം 4 മണിയോടുകൂടി മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ. MTയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം. അതായത് അധികം ചിരിച്ച് MTയെ കണ്ടിട്ടില്ല എന്ന് പൊതുവേ പറയാറുണ്ട്. അദ്ദേഹത്തോടൊപ്പം ദീർഘകാലം സഞ്ചരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോകൾ എടുത്തിട്ടുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകനായ P. മുസ്തഫയാണ് നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെയുണ്ട്? ഒരുപാട് കാലം അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുകയും ഒരുപാട്, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്തുള്ള മുസ്തഫയ്ക്കാണ്. എന്താണ് അന്നത്തെ ഒരു ഓർമ്മകൾ? എന്തൊക്കെയാണ് ഓർമ്മകളെന്ന് പറയാൻ? ഒരുപാട് ഓർമ്മകളുണ്ട്. കാരണം ഒരു 45 വർഷത്തെ ബന്ധമാണ് MT. NP മുഹമ്മദിൻ്റെ വീടുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ കൂടെയാണ് MTയെ ഞാൻ പറയുന്നത്. അവർ വിളിക്കുന്ന വാസുവേട്ടെന്ന് വിളിക്കുന്ന NPൻ്റെ മകനുണ്ട് ഹാഫീസ്, അത് തന്നെയാണ് ഞാൻ MT വാസുവേട്ടെന്നാണ് ഞാൻ വിളിക്കാറുള്ളത്. MTയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സെലക്റ്റീവാണ്. ആൾക്കാരെ തിരഞ്ഞ് അവരോട് ഇഷ്ടമുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞത് വളരെ അപൂർവമായിട്ട് കിട്ടുന്നൊരു. ഇപ്പോൾ സിനിമാ നടന്മാരൊക്കെ ഒരുപാടുണ്ടെങ്കിലും മമ്മൂട്ടിയോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളതാണ്. അത് അവരുടെ ഒരുപാട് ഇൻ്റർവ്യൂസൊക്കെ ഞാൻ ഇവർ തമ്മിലുള്ളതൊക്കെ എടുത്തിട്ടുണ്ടെന്നുള്ളത്. ആളെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതൊരു വേറിട്ട മനുഷ്യനാണ് ശരിക്കും. ഭയങ്കര ഒബ്സർവേഷനാണ് എല്ലാ കാര്യത്തിലും MT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഈ പറയുന്ന മാതിരി MT വലിയ ഗൗരവക്കാരൻ, അങ്ങനെ ഒരു ഗൗരവമൊന്നും നമുക്ക് തോന്നില്ല, കണ്ടാൽ തോന്നുള്ളൂ. ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് MT വാസുദേവൻ, പാവങ്ങളെ. MTൻ്റെ ജ്യേഷ്ഠൻ്റെ അടുത്ത് എന്തെങ്കിലും സഹായത്തിന് വന്നിട്ടുണ്ടെങ്കിൽ ജ്യേഷ്ഠന് MTക്കാണ് എഴുതുക, ഇങ്ങനെ ഒരാളുടെ അവർക്ക് സഹായിക്കണം എന്ന് പറഞ്ഞാൽ MTയെ സഹായിക്കുക. MTയോട് വാസുദേവന് പറ്റാത്തതാണെങ്കിൽ അതിനേക്കാളും വലിയ ഒരുപാട് സാമ്പത്തിക ശേഷിയുള്ള വളരെ അപൂർവം ചില ആൾക്കാരുണ്ട്, അവരോടാണ് പറയാം അസുഖങ്ങൾക്ക് ഇവരെ ഒന്ന് നോക്കണം എന്ന് പറയാം. അങ്ങനെ തന്നെ എനിക്ക് തന്ന ഇൻ്റർവ്യൂവിലുണ്ടത്. ഈ ചിരിക്കുന്ന ഫോട്ടോ അധികം കണ്ടിട്ടില്ല MTയുടെ. എപ്പോഴും ഒരു കണിശക്കാരനാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്തിട്ടുള്ള ആളെന്നുള്ള നിലയിൽ ചിരിക്കുന്ന ഫോട്ടോകൾ, ചിരിക്കുന്ന സന്ദർഭങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ടോ മുസ്തഫക്ക്? എൻ്റെ അടുത്ത് ഒരുപാട് പടങ്ങളുണ്ട് വാസുവേട്ടൻ ചിരിക്കുന്ന ഒരുപാട് പടങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനൊരു തവണ ഫേസ്ബുക്കിൽ MT ചിരിക്കുന്നൊരു പടം ഇട്ടപ്പോൾ അതിലൊരു കമൻറ്റ് വന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും MTയെ കുറിച്ച് ഇങ്ങനെയുള്ളൊരു പടം ഇടരുത്, ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു MT ഉണ്ട്, ആ MT അല്ല ഇതെന്ന് പറഞ്ഞിട്ട്. കാരണം അങ്ങേർക്കത് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല MT ഇത്ര ഇങ്ങനെ ചിരിക്കുമെന്നുള്ളത്. ആൾക്കാരുടെ ഉള്ളിലുള്ളത് MT എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമാണ്. സംഭവമൊക്കെ ശരിയാണ്, വളരെ ഗൗരവമാണ്. വളരെ കുറഞ്ഞ ആൾക്കാരെ ഭയങ്കര സൗഹൃദമൊക്കെ ഉള്ളൂ. പിന്നെന്താ, എല്ലാം ഒബ്സർവ് ചെയ്യും, വളരെ കണിശമായിട്ട് ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് വളരെ. അതുകൊണ്ടായിരിക്കും ആ ഒബ്സർവേഷനിലായിരിക്കും ചിലപ്പോൾ ഞാനൊക്കെ പെട്ടുപോയിട്ടുണ്ടാവുക. MTയുടെ സൗഹൃദ വലയം എന്ന് പറഞ്ഞത് വളരെ കുറവാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ മുസ്തഫയ്ക്ക് ഒരു ഇടം പിടിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്? തീർച്ചയായിട്ടും പറ്റിയെന്നുള്ളതാണ്. അത് നമ്മളെങ്ങനെ അദ്ദേഹത്തോട് നിൽക്കുന്നതെന്നുള്ളതുണ്ടാവും. ഞാൻ ഡൽഹി ജോലി ചെയ്യുന്ന കാലത്തും ഒക്കെ ഒരുപാട് പടങ്ങൾ പലതും. ഇപ്പോൾ MT 2 തവണ ദേശീയ അവാർഡ് വാങ്ങുന്ന പടം ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ R. വെങ്കട്ടരാമൻ്റെ കയ്യിൽ നിന്നാണ് ദേശീയ അവാർഡ് വാങ്ങുന്നത്, രാഷ്ട്രപതിൻ്റെ. പിന്നൊന്ന് ശങ്കർ ദയാൽ ശർമ്മൻ്റെ എടുത്തുന്നത്. കാരണം അങ്ങനെയുള്ളൊരു ബന്ധമൊക്കെ ഉണ്ട്. അപ്പം എന്തെങ്കിലും ആർക്കെങ്കിലും പടം വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയാറുണ്ട്. ഈ ഡൽഹിയിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ പടമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നമ്പറാണ് കൊടുക്കട്ടെ എന്ന് ചോദിക്കും. നമ്പർ കൊടുത്തോളൂ, ഞാൻ കൊടുത്തേക്കാന്ന് പറയും. അങ്ങനെയുള്ളൊരു ബന്ധമാണ് ഉണ്ടെങ്കിൽ. ഇദ്ദേഹം 91 വയസ്സിൽ അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ആ വിയോഗത്തെ എങ്ങനെയാണ് മുസ്തഫക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ദുഃഖമുണ്ട് ശരിക്കും. ഉള്ളിൽ ഭയങ്കര ദുഃഖമുണ്ട്. ഇങ്ങനെ
അതിപ്പോൾ സ്വാഭാവികമാണ്. അദ്ദേഹവും അത് അറിയാലോ. മരണം എന്നുള്ളത് ആർക്കും പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് എന്നെ പൊതുദർശനത്തിന് വെച്ചിട്ട് ആൾക്കാർ ഈ റീത്ത് വെക്കലും അതിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ അങ്ങനെ മരിച്ചെടുത്തുനിന്ന് അങ്ങനെ വളരെ അപൂർവമായിട്ട് പോയിട്ടുള്ളെങ്കിലും അദ്ദേഹത്തിന് അതൊക്കെ അറിയാം. അപ്പോൾ എൻ്റെ ബോഡി വെച്ചിട്ട് എൻ്റെ മൃതദേഹം വെച്ചിട്ട് അങ്ങനെയൊന്നും കോപ്രായത്തങ്ങളൊന്നും വേണ്ട എന്നുള്ള ആ രീതിയിൽ തന്നെ സംസാരിക്കുക, ഒന്നും വേണ്ട എന്നുള്ളതായിരിക്കും അദ്ദേഹം എഴുതി വെച്ച് പറഞ്ഞു കൊടുത്തതും. എൻ്റെ ഈ പൊതുദർശനത്തിന് വെക്കണ്ട എന്നുള്ളതിൻ്റെ ഒരു കാരണം ഞങ്ങൾ ഈ ഫോട്ടോഗ്രാഫർമാർക്കറിയാം ഓരോ ആൾക്കാർ വന്നിട്ട് എന്തെല്ലാം രീതിയിലാണ് ഈ ബോഡിയുടെ മുമ്പിൽ നിന്നിട്ട് കളിക്കുന്നതെന്നൊക്കെ ഞങ്ങൾ ഒരുപാട് കാലത്തെ ഇതുകൊണ്ട് അറിയാൻ പറ്റും. അപ്പോൾ അത് ഞങ്ങളെക്കാൾ ഏറെ മനസ്സിലാക്കിയ ഒരാൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അത് വേണ്ടാന്ന് വെച്ചു. വളരെ കണിശമായിട്ട് അദ്ദേഹം അത് വേണ്ടാന്ന്, വിലാപയാത്ര വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് തോന്നുന്നു. വളരെ മുൻകൂട്ടി കാണുന്ന ഒരാളാണ് വാസു. ശരി, ഏതായാലും മിഥുൻ, എല്ലാവരും ഒരേ സ്വരത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് പോലെ തന്നെ അദ്ദേഹത്തെ അടുത്തറിയുന്നവരൊക്കെയും വിങ്ങലോടെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്. കാരണം അത്രത്തോളം സ്നേഹത്തോടെ, അത്രത്തോളം ഹൃദയത്തോടെ അദ്ദേഹം മറ്റുള്ളവരോട് പെരുമാറിയിരുന്നു.